പാലായിൽ ഒരു സംയുക്ത മുന്നണിയായി UDFിന് ഭരണം ലഭിച്ചതാണ്. പക്ഷേ കോൺഗ്രസിന് കടുത്ത അമർഷമുണ്ട്. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ അതിശക്തമായി തന്നെ അവിടുത്തെ പുളിക്കക്കണ്ടം കുടുംബത്തിൻ്റെ ഈ ഒരു ഭരണത്തിനെതിരായി രംഗത്ത് വന്നു. അപ്പോൾ സംസാരിച്ച കൗൺസിലർ അക്കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും അവിടെ ഈ ഒരു മുക്കൂട്ട് മുന്നണി ഭരണം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സനോജ് ചേരുകയാണ് അവിടെ നിന്ന്. സനോജ്, എന്തായാലും LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. ഇനി എങ്ങനെ അവിടുത്തെ ഭരണം മുന്നോട്ട് പോകും? ആർക്കെങ്കിലും ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ 4 കൗൺസിലർമാർ ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനുള്ളിലും കടുത്ത അമർഷം ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. പുളിക്കക്കണ്ടം കുടുംബം അവർക്ക് തോന്നുന്ന രീതിയിൽ ഭരണം നടത്തുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇനി പാലാ നഗരസഭയിലെ മുന്നോട്ട് പോക്ക്? ഇന്ന് നടന്ന സംഭവങ്ങൾ, അവിശ്വാസ പ്രമേയത്തിന്റെ വിശദാംശം. അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവന്നു. ആ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ 4 അംഗങ്ങളും വിമതയായി മത്സരിച്ച് വിജയിച്ച ചെയർപേഴ്സൺ മായ രാഹുലും പിന്തുണച്ചു. അങ്ങനെ 17 അംഗങ്ങളുടെ പിന്തുണയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാലാ നഗരസഭയിൽ പാസ്സായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ UDFിന് ഈ നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടും. ഇപ്പോൾ ഈ വിഷയം ആദ്യം മുതൽ ഉയർത്തിയ ബിജു മാത്യൂസ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. പിപ്പ് എന്ന് പറയുന്നത്, പിപ്പിൻ്റെ നിയമങ്ങൾ ഒക്കെ നിങ്ങൾക്കറിയാം. പിപ്പ് എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, പിപ്പ് എത്തിച്ചു എന്ന് പറയുന്നത്, ഇതുവരെ ഞാൻ പിപ്പ് കണ്ടിട്ടില്ല. രാത്രി 10 മണിക്ക് ശേഷം മറ്റോ വീടുകളിൽ ഒട്ടിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്ക് ഏത് രീതിയിൽ സഹായകരമായ രീതിയിലാണത് ആസൂത്രണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയോഗ്യത ഉൾപ്പെടെ വരത്തില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പിപ്പ് കൊടുത്തേനെ. അയോഗ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നൽകിയ DCC പ്രസിഡന്റ് പറയുന്നത്. അല്ല, ഞാനതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചതായി കണ്ടിട്ടില്ല. കാരണം ഒന്ന്, ഞങ്ങൾക്ക് പിപ്പ് നൽകിയിട്ടില്ല. രാത്രി 10 മണിക്ക് ശേഷം പൊട്ടിച്ചിരുന്നു എന്ന് മാധ്യമപ്രവർത്തകരിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴത്തെ ഈ മഴയുള്ള സാഹചര്യത്തിൽ രാത്രി 10 മണിക്ക് ശേഷം, പ്രത്യേകിച്ചും ഈ നഗരസഭയുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു ഇതുപോലെ അവിശ്വാസ പ്രമേയം നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. വൈകുന്നേരം മാറി നിൽക്കുക ചെയ്തത്. ഒരു പാലാട് സംസ്കാരത്തിന് ചേരുന്ന രീതിയിൽ വഴിയിലൊരു പ്രശ്നം ഉണ്ടാകണ്ട, അത് ആ രീതിയിൽ മാറി നിൽക്കുക ചെയ്തത്. ഒരു രാത്രി 10 മണിക്ക് ശേഷം ഇത് ഒട്ടിച്ചു എന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളുടെ പാർട്ടിയോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഭാവി കാര്യങ്ങൾ ഈ ചോദ്യം പ്രസക്തമാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നതൊന്നും നമ്മൾ പദ്ധതി ഇട്ടിട്ടൊന്നും അല്ല. ഇനിയുള്ള കാര്യവും നമ്മൾ ആരും പദ്ധതി ഇടണ്ട, അത് അമ്പലം തീരുമാനിച്ചോളും. ഈ വിഷയത്തിൽ സത്യത്തിനൊപ്പമാണ് ഞാൻ നിന്നത്. സത്യവും നീതി ഏതാണോ അതോടൊപ്പമുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കും. എന്തായാലും ഇതുവരെ ആലോചനകളില്ലാതെ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പായിട്ടുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പാകുമെന്നാണ് ഈ ബിജു മാത്യൂസ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാ നഗരസഭയിൽ ഈ സ്വതന്ത്ര മുന്നണിക്കെതിരെ ആദ്യഘട്ടം മുതൽ രംഗത്ത് വന്നത്. എന്തായാലും ഇപ്പോൾ LDF കൊണ്ടുവന്ന അവിശ്വാസം പാലാ നഗരസഭയിൽ പാസ്സായിരിക്കുകയാണ്. ഇപ്പോൾ LDFിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ബിജു പാലപ്പടവൻ നമുക്കിപ്പോൾ ചേരുകയാണ്. അങ്ങനത്തെ വിഷയമില്ലാതില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ആശയങ്ങളും ഇതുമായിട്ട് പാലാട് വികസനത്തിന് വേണ്ടി പ്രതികാരമില്ലാതെ ന്യായമായ കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരാളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. ഇലക്ഷൻ കമ്മീഷന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഒരു 20 ദിവസത്തിനകം ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ്. ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് രാഷ്ട്രീയ നിലപാടായിരിക്കും സ്വീകരിക്കുക? രാഷ്ട്രീയമാർ തുറന്നു പറഞ്ഞല്ലോ, ഞങ്ങളിത് വളഞ്ഞ വഴിയുള്ള ഭരണം പിടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പാലായിലൊരു ഈ കുടുംബ മുന്നണിയുടെ ആധിപത്യം അവസാനിപ്പിക്കും. ആധിപത്യം മീൻസ് ആധിപത്യമല്ല, അവരുടെ ഈ പ്രതികാര രാഷ്ട്രീയം അവസാനിപ്പിക്കണം. പിന്നെ MLAയും MP യും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്ത് നടത്തിയ കുടുംബ കൂട്ടായ്മ മുന്നിൽ നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു. ആ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് ഇപ്പോൾ നടന്നത്. ഈ അവിശ്വാസത്തെ നിലവിലത്തെ വൈസ് ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള മായ രാഹുലും പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. എന്താണ് ഈ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു താങ്കൾ, ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കാനുള്ള കാരണം എന്താണ്? അല്ല, വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറവും അതിനുപരിയായിട്ട് എനിക്ക് യാതൊന്നും പറയാനില്ല.
വൈസ് ചെയർപേഴ്സൺ അല്ലായിരുന്നോ അവിശ്വാസത്തെ പിന്തുണയ്ക്കാണ്ടായേക്കാം? വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. അവിശ്വാസത്തെ പിന്തുണയ്ക്കാനുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ചെയർമാനായ ടോണി തൈപ്പറമ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുപരിയായിട്ട് യാതൊന്നും പറയാനില്ല. എന്തായാലും ഈ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള മായ രാഹുലിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നിലവിലത്തെ ചെയർപേഴ്സണെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള വൈസ് ചെയർപേഴ്സൺ കൂടി പിന്തുണച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 17 അംഗങ്ങളുടെ പിന്തുണയിലാണ് അവിശ്വാസം പാസ്സായിരിക്കുന്നത്. നിലവിൽ LDFന് 12 പേരായിരുന്നു. അതിൽ 4 കോൺഗ്രസ് അംഗങ്ങൾ പങ്കെടുത്തു. ഒരു സ്വതന്ത്ര അംഗമായിട്ടുള്ള വൈസ് ചെയർപേഴ്സണായിട്ടുള്ള മായ രാഹുലിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മായ രാഹുലും ഈ അവിശ്വാസത്തെ പിന്തുണച്ചു. 26 അംഗ കൗൺസിലിൽ 17 പേരുടെ പിന്തുണയിലാണ് അവിശ്വാസം പാസ്സായിരിക്കുന്നത്. ഇനി നടപടിക്രമങ്ങൾ ചെയർപേഴ്സൻ്റെ പുതിയ ചെയർപേഴ്സണെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കാവും ഇനി വരും ദിവസങ്ങളിൽ പാലാ വേദിയാവുക. ഷമ്മി.